എനിക്ക് ഹൈറ്റ് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഇത്തിരിയും കൂടി ഹൈറ്റാണ്, അപ്പോൾ നമ്മളിവിടെ ഒരു വെസൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി ഹൈറ്റിൽ പോകും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ കയ്യിനൊക്കെ ഭയങ്കര നന്നല്ലാത്തത് കൊണ്ട് ഈ കൗണ്ടർ ടോപ്പിന്റെ ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ അതേപോലെ ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനത്തെ സാധനത്തിന്റെ ഇടയിൽ നമ്മുടെ കാല് അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു കട്ടിങ് കൊടുക്കണം. അത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുവേദന പോലുള്ള പ്രശ്നം വരും. കാരണം നമ്മളെ കാല് അവിടെ തടയുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ ബാക്കിലേക്ക് നിന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നടു ഇങ്ങനെ സ്ട്രെച്ച് വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എല്ലാവരും മറ്റേ ലെഗൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഉള്ളിലേക്ക് നമ്മളെ കാല് ഫുൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ്, അവിടെ ഒരു 10 ഇഞ്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഭാവിയിൽ കാരണമാവും. അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കണം. ഹൈറ്റും ഈ കാല് കറക്റ്റ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലും വേണം നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യും. അത് കൗണ്ടർ ടോപ്പുകളെല്ലാം അല്ലെങ്കിൽ ഷെൽഫുകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അത് പ്രത്യേകം. അതുപോലെ സിങ്ക് ആവുമ്പോഴും സിങ്ക് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സിങ്കും നമ്മൾ ആരാണോ യൂസ് ചെയ്യുന്നത് അയാളുടെ ഹൈറ്റിനനുസരിച്ച് ചെയ്യണം. അതിന്റെ താഴെ തന്നെ കാല് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി നിന്ന്. നമുക്ക് പിന്നെ ഇവിടെ മൊത്തത്തിൽ ടോട്ടലി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഹൈറ്റ് ഭയങ്കര കണ്ടോ, എനിക്ക് കൈ കൊണ്ട് തൊടാവുന്ന ഹൈറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഈ ഹൈറ്റ് മാനേജ് ചെയ്യണം, ചിമ്മിനിൻ്റെ ഹൈറ്റ് മാനേജ് ചെയ്യണം, പിന്നെ ചിമ്മിനിയും ഹോബും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് അത് മാനേജ് ചെയ്യണം. കാരണം ഇത് വല്ലാതെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ചൂടായിട്ട് ആകെ നാശമാവും. വല്ലാതെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുക എടുക്കില്ല, മീൻസ് ഒന്നും അങ്ങോട്ട് സക്ക് ചെയ്ത് എടുക്കില്ല. അപ്പോൾ നമ്മളെ മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ എൻജിനീയേഴ്സ്മാരും ബിൽഡേഴ്സും എല്ലാവരും അടിപൊളി ആയതുകൊണ്ട് നമുക്ക് തലവേദന ഇല്ലാതെ കാര്യം നടന്നു എന്ന് മാത്രം. പക്ഷെ അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റല് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ ആദ്യമേ നമുക്കൊരു ഐലൻഡ് കിച്ചൺ വേണം എന്ന് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് വരും എന്നൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു. അതെ അതെ, നമ്മൾ വാൾ മൗണ്ടഡ് ചിമ്മിനി വല്ലതും വാങ്ങി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അപ്പൊ ഈ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടില്ല. കഷ്ടപ്പെട്ടാൽ അതിന്റെ റിസൾട്ട് കിട്ടും, അത്രേ ഉള്ളൂ.